എടോ താനെന്തേ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? നീ കൊള്ളാമല്ലോടി പെണ്ണേ. ഇതും വെച്ചോണ്ട് നമുക്ക് 10 കാശ് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. ഓക്കെ എനിക്ക് പാസ്സായില്ല. വട പത്തില്ല. ഒരു 1/2 ലിറ്റർ അടിച്ചേക്ക്, ലാവിഷാവട്ടെ. നീ ഇതുവരെ ശരിയാക്കില്ലേ? ഇനി ഇന്നും ലേറ്റ് ആവല്ലോ. ആന്ന് പെട്രോൾ ഇറങ്ങാഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇറങ്ങാഞ്ഞിട്ടാ ഒഴിക്കാഞ്ഞിട്ടാ? ഒന്ന് ചരച്ചു നോക്കിയല്ലേ? നീ ചരക്കി കഴിഞ്ഞ ആഴ്ച 30 രൂപയ്ക്ക് അടിച്ചാണല്ലോ. ഞാൻ ആരോ ഏട്ടാ, സത്യത്തിൽ ഏട്ടാ, ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് എന്ന് ഞാൻ അന്ന് വിചാരിച്ചു. താൻ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്ക്. എന്നെ കൊണ്ട് വരുന്ന ഞാനും ഉണ്ടാക്കാം. ചെല്ലേ, തന്നെ പോലുള്ള ആൺകുട്ടികൾ തന്നെയാ അവനുള്ള പ്രതിവിധി. ഇതൊക്കെ എന്ത് നിസ്സാരം നിസ്സാരം. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. ഇവനൊന്നും ഓർമ്മയില്ലെന്ന്. എനിക്ക് ഓർമ്മയില്ല. വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. ഇത് തീർന്നില്ലേ? ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്ന് ഉണ്ടാക്കില്ലേ അവന്മാര്? ഇത് നല്ലല്ല. നീ പண்ற കാര്യം പിന്നെ ചുരുട്ടി കിടക്കണ്. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? ഏണ്ടാ എന്നെ ടെൻഷൻ പண்ற? എങ്ക பார்த்தாலும் നീ താനാണ് ഇതിനൊക്കത്തിനും കാരണം. എല്ലാം ഉണ്ണാളതാണ്ട. ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഉത്തരം വേണോ? നീ പകപോക്കാണല്ലേടാ. എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. എനിക്കെന്തോ അസുഖമുണ്ട്. കാരണം എനിക്ക് പേടിയാവുന്നില്ല. ഇനി ആരും സൂത്രം കാണിച്ചാ? ഞാൻ സെൽഫ് എടുക്കാത്ത വണ്ടിയാണ്. ഒരെണ്ണം ഇങ്ങോട്ട് വീണാലേ തുടങ്ങാൻ പറ്റും. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ല വെച്ചാൽ പ്രശ്നം ഗൗരവമാവും. ഈ കാര്യത്തിൽ എനിക്കൊരു അല്പം നിർബന്ധബുദ്ധി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ ഇത്? കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. നിനക്ക് സംതൃപ്തിയായിട്ടാ വർഗിച്ച യവം പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.